എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു കേക്ക് റെസിപ്പി നോക്കാം. ഇന്ന് ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത് മിറർ ഗ്ലേസ് കേക്കാണ്. അപ്പോൾ ഇത് വളരെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു കേക്കാണ്. ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനൊരു ഈസി മെത്തേഡാണ് ഇപ്പോൾ കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇത് ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അതൊക്കെ ശ്രദ്ധിച്ചാൽ ഇത് വളരെ പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. മിറർ ഗ്ലേസ് കേക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മൾ കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തെ സ്റ്റെപ്പാണ് സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കുക എന്നുള്ളത്. രണ്ടാമത്തത് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഐസിങ് തയ്യാറാക്കണം. പിന്നെ അവസാനമായിട്ടാണ് നമ്മൾ മിറർ ഗ്ലേസ് ഉണ്ടാക്കുന്നതും അത് ഈ കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതും. അപ്പോൾ സ്പോഞ്ച് കേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവേഴ്സിൽ എടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കാം. ഞാനിവിടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു സ്പോഞ്ച് കേക്കാണ് കാണിക്കുന്നത്. വെറും 4 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഈ സ്പോഞ്ച് കേക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള കേക്ക്സിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു സ്പോഞ്ച് കേക്കാണ് ഇത്. പിന്നെ ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഐസിങ് എന്ന് പറയുന്നത് ബട്ടർ ക്രീം ഐസിങ് ആണ്. അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ റെഫർ ചെയ്യുക. അപ്പോൾ നമുക്കിനി സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 4 ഇൻഗ്രീഡിയൻസ് മാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഞാൻ എടുത്തിരിക്കുന്നത് മുട്ട 4 എടുത്തിട്ടുണ്ട്, പഞ്ചസാര 1 കപ്പ് എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഏത് കപ്പാണ് യൂസ് ചെയ്യുന്നത് അതിനൊരു കപ്പ്. പിന്നെ മൈദ 1 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് വാനില എസൻസ് ആണ്, അത് 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനലി ഞാൻ ഉണ്ടാക്കിയെടുത്ത സ്പോഞ്ച് കേക്ക്. ഇതിൽ എണ്ണയോ ബേക്കിംഗ് പൗഡറോ അങ്ങനെ ഒന്നും ഞാൻ ചേർക്കുന്നില്ല. വെറും 4 ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ചേർക്കുന്നത്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ മുട്ട 4 ഒരു വലിയ പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1 കപ്പ് പഞ്ചസാര. ഇവിടുത്തെ 1 കപ്പ് എന്ന് പറയുന്നത് 100 ml ആണ്. അപ്പോൾ നിങ്ങൾ അതനുസരിച്ചിട്ട് ചേർക്കുക. 100 ml എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഒരു തിളയ്ക്കുന്ന വെള്ളം ഉള്ള പാത്രത്തിൻ്റെ മുകളിലേക്ക് ഞാൻ ഈ വലിയ ബോൾ വെച്ച് കൊടുക്കുകയാണ്. ഈ പഞ്ചസാര ഈ മുട്ടയിൽ നന്നായിട്ടൊന്ന് അലിഞ്ഞു കിട്ടണം. നമ്മൾ പൊടിച്ച പഞ്ചസാര അല്ല ഞാനിതിൽ ചേർത്തിരിക്കുന്നത്, തരിയുള്ള പഞ്ചസാരയാണ്. ഇപ്പോൾ നമ്മുടെ ഈ മിക്സ്ചർ ഒന്ന് ചെറുതായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കത് തീയിൽ നിന്ന് മാറ്റി വെക്കാം. നമ്മുടെ പഞ്ചസാര എല്ലാം ഇതിൽ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വാനില എസൻസ് കൂടി ചേർത്ത് കൊടുത്തു. ഇനി ഒരു ബീറ്റർ ഉപയോഗിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ബീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് 3 ഇരട്ടി ആയിട്ടുണ്ടാവും. അപ്പോൾ അതാണ് അതിൻ്റെ സ്പോഞ്ചിനെസ്സിന് ഉള്ള കാരണം. കണ്ടോ, നിങ്ങൾക്കിപ്പോൾ കാണാം, ഇത് ആദ്യമുള്ള കളറുമല്ല, അതിൻ്റെ വോളിയം ഇരട്ടിച്ചിട്ടുമുണ്ട്. അപ്പം ഇനി നമുക്കിതിലേക്ക് പതുക്കെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മൈദ കുറേശ്ശെയായിട്ട് ചേർക്കാം. നിങ്ങൾക്കിത് മുഴുവനും ചേർക്കണമെന്നില്ല. നിങ്ങളത് ഫോൾഡ് ചെയ്തിട്ട് ആ സ്പോഞ്ചി ടെക്സ്ചർ ആകുന്നതും വരെ നിങ്ങൾക്ക് മൈദ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ലൈറ്റായിട്ടാണ് ഇത് ഫോൾഡ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇത് വളരെ സ്പോഞ്ചി ആയിട്ടുള്ളൊരു കേക്കാണ്. ഇതിൽ ഞാൻ എണ്ണയും യൂസ് ചെയ്യുന്നില്ല, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ലൈറ്റായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. ഈ എടുത്തു വെച്ചിരിക്കുന്ന മൈദ ചേർത്തിട്ട് ഇപ്പം ഞാൻ എല്ലാ മൈദയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഞാനിവിടെ ചെറിയ 2 ബേക്കിംഗ് ട്രേസ് ആണ് എടുത്തിരിക്കുന്നത്. ഇത് 7.5 സെൻറ്റിമീറ്ററിൻ്റെ ബേക്കിംഗ് ട്രേസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു 15 സെൻറ്റിമീറ്ററിൻ്റെ ബേക്കിംഗ് ട്രേ ഉണ്ടെങ്കിൽ അതെടുത്താൽ ഇത് ഒരുമിച്ച് നിങ്ങൾക്ക് ഈ ബാറ്റർ ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു കൊച്ചു കേക്കിലാണ് മിറർ ഗ്ലേസ് കാണിക്കാനായിട്ട് പോകുന്നത്. ഞാൻ ഈ 2 ടിന്നിലെ ഒരു കേക്ക് മാത്രമാണ് ഐസിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഞാൻ ഈ പറയുന്ന മിറർ ഗ്ലേസിൻ്റെ ക്വാണ്ടിറ്റി ഒരു 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റായി കിടക്കുന്ന ഓവനാണിത്. ഇതിലേക്ക് ഞാൻ എൻ്റെ ബേക്കിംഗ് ട്രേസ് വെച്ച് കൊടുത്തിട്ട് ഒരു 30 മിനിറ്റ്സ് ആണിത് ബേക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം കേക്ക് വളരെ സ്പോഞ്ചി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ സ്പോഞ്ച് കേക്ക് ഒരു കൂളിംഗ് റാക്കിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കുക.
ഇതിൽ ഞാൻ ബട്ടർ ക്രീം ഐസിംഗ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിൻ്റെ റെസിപ്പി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ ഒരു കേക്ക് എടുത്തിട്ട് ബട്ടർ ക്രീം ഐസിംഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനി ഫ്രീസറിൽ ഒരു 12 മണിക്കൂർ നന്നായിട്ട് തണുപ്പിക്കാനായിട്ട് വെക്കുക. നോർമൽ ഫ്രിഡ്ജിലല്ല, ഫ്രീസറിൽ വേണം ഇത് വെക്കാനായിട്ട്. അപ്പോൾ ഞാനത് ഫ്രീസറിലേക്ക് മാറ്റുകയാണ്. നമുക്ക് മിറർ ഗ്ലേസ് ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം ഞാനിവിടെ ജെലറ്റിൻ എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ ആണ്. ഇതിന് പകരം നിങ്ങൾക്ക് ചൈന ഗ്രാസ് അല്ലെങ്കിൽ അഗർ യൂസ് ചെയ്യാം. പിന്നെ വേണ്ടത് കണ്ടൻസ്ഡ് മിൽക്കാണ്. ഇതൊരു 200 ഗ്രാം അല്ലെങ്കിൽ 160 ml ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് വൈറ്റ് ചോക്ലേറ്റ് ആണ്. ഇതിൻ്റെ ചിപ്സായിട്ട് വാങ്ങിക്കാൻ കിട്ടും, അതായാലും മതി. പിന്നെ വേണ്ടത് വെള്ളമാണ്. അത് ഞാനൊരു 75 ml എടുത്തിട്ടുണ്ട്. ഇത് പഞ്ചസാരയാണ്, ഗ്രാനുലേറ്റഡ് പഞ്ചസാരയാണ്, 180 ഗ്രാം അല്ലെങ്കിൽ 170 ml. പിന്നെ വേണ്ടത് ജെൽ ഫുഡ് കളറിംഗ് ആണ്. ഞാനിവിടെ റെഡ് കളറാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഞാനൊരു 50 ml വാട്ടർ എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ജെലറ്റിൻ ഒന്ന് ഡിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 50 ml. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ 50 ml വെള്ളം ജെലറ്റിനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതൊരു 15 മിനിറ്റ് മാറ്റി വെക്കുക. അതിന് മുന്നായിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 15 മിനിറ്റ് ഇത് മാറ്റി വെക്കുമ്പോഴത്തേക്കും ജെലറ്റിൻ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ടാവും. ഇനി ഒരു സോസ് പാൻ അടുപ്പിൽ വെക്കുക. ഇതൊരു എപ്പോഴും മീഡിയം ഹീറ്റിൽ വേണം ഇത് വെക്കാനായിട്ട്. ആദ്യം തന്നെ നമ്മുടെ പഞ്ചസാര ഇട്ട് കൊടുക്കുക. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതെപ്പോഴും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മീഡിയം ഹീറ്റിലായിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഒത്തിരി തിളച്ചു പോയാൽ അതിൻ്റെ കൺസിസ്റ്റൻസി മാറും. പിന്നെ നമ്മളിതിൽ ചേർക്കാൻ പോകുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ്. അപ്പോൾ ഇത് കറക്റ്റ് എമൗണ്ടിൽ തന്നെ ചേർക്കുക. ഇതാണ് ഒരു ഗ്ലോസി എഫക്റ്റ് നമ്മുടെ ഐസിങ്ങിന് കൊടുക്കുന്നത്. അപ്പോൾ അത് കറക്റ്റ് ക്വാണ്ടിറ്റിയിൽ തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. മീഡിയം ഹീറ്റിൽ വേണം ഇത് ചെയ്യാനായിട്ട്. ഇപ്പോൾ നമ്മുടെ മിക്സ് ചെറുതായിട്ട് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് ചൂടായി നല്ല ബബിൾസ് ഒക്കെ വരാനായിട്ട് തുടങ്ങും. അപ്പോഴത്തേക്ക് നമ്മളുടെ തീ ഓഫ് ആക്കുക. എന്നിട്ട് നമ്മളുടെ ഈ മിറർ ഗ്ലേസ് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഓൾറെഡി കുതിർക്കാനായിട്ട് വെച്ചിട്ടിരിക്കുന്ന ജെലറ്റിൻ ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുത്തിട്ട് ഒരു സ്പാറ്റില വെച്ചിട്ടോ വിസ്ക് വെച്ചിട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. തീയിൽ നിന്ന് മാറ്റിയിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വൈറ്റ് ചോക്ലേറ്റിലേക്ക് നമ്മൾ ഈ ജെലറ്റിൻ മിക്സ് ഇട്ട് കൊടുക്കുകയാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ കുറച്ച് തരിതരിയായിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് ഇളക്കി കഴിയുമ്പോഴത്തേക്ക് അത് റെഡിയാകും. അപ്പോൾ നന്നായിട്ട് ഇളക്കിയിട്ട് ഈ വൈറ്റ് ചോക്ലേറ്റ് ഇതിലേക്ക് അലിയിച്ചെടുക്കുക. ഇതിപ്പോൾ നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ഗ്ലേസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഷ്ടത്തിനുള്ള കളേഴ്സ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ റെഡ് കളറാണ് ചേർക്കാനായിട്ട് പോകുന്നത്. എപ്പോഴും ജെൽ ടൈപ്പിലുള്ള കളറാണ് ഈ മിറർ ഗ്ലേസിങ്ങിന് ഏറ്റവും നല്ലത്. ലിക്വിഡ് ഫുഡ് കളറിനെക്കാട്ടിലും ജെല്ലാണ് ഒന്നുകൂടെ നല്ലത്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് കളറ് ചേർത്ത് കൊടുക്കുക. ഞാൻ ഒത്തിരി റെഡിഷ് ആക്കുന്നില്ല, ഒരു പിങ്ക് ഷെയ്ഡിലാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ആവശ്യം നോക്കിയിട്ട് കളർ ചേർത്ത് കൊടുക്കുക.
കളർ ചേർത്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്കൊരു അരിപ്പയിലൂടെ ഇത് അരിച്ചെടുക്കുകയാണെങ്കിൽ ഇതിലുള്ള എയർ ബബിൾസ് ഒക്കെ പോയി കിട്ടും. ഞാനത് ചെയ്യുന്നില്ല. കളർ ഞാൻ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എപ്പോഴും നല്ല ക്വാളിറ്റിയുള്ള കളേഴ്സ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അതാണ്. അപ്പോൾ ഞാൻ മുഴുവൻ എൻ്റെ ആവശ്യത്തിന് കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എപ്പോഴും നമ്മൾ കേക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്തിട്ട് ഒരു 12 മണിക്കൂർ കമ്പൽസറി ആയിട്ട് ഫ്രീസറിൽ വെക്കാനായിട്ട് നോക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ ഈ ഗ്ലേസ് ഒഴിക്കുമ്പോൾ അത് അതിൽ പറ്റി ഇരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ഐസിങ് ഉരുകി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമ്മളുടെ മിറർ ഗ്ലേസ് നന്നായിട്ട് തണുപ്പിക്കുക. അതായത് റൂം ടെമ്പറേച്ചറിൽ തണുപ്പിച്ച് വെക്കുക. അതായത് നമ്മൾ ഫിംഗർ ഇൻസേർട്ട് ചെയ്ത് നോക്കുമ്പോൾ നല്ല തണുത്തിരിക്കണം. 12 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ കേക്ക് നല്ലതായിട്ട് ഫ്രോസൺ ആയി ഇരിപ്പുണ്ട്, നിങ്ങൾക്ക് കാണാം. ഇതിൻ്റെ മുകളിലേക്കാണ് ഞാനിപ്പോൾ മിറർ ഗ്ലേസ് ഒഴിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു പ്ലേറ്റിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കേക്കിൻ്റെ ബോർഡ് ഉണ്ടെങ്കിൽ അതിൽ വെക്കാം. എന്നിട്ട് ഒരു ട്രെയിൽ എന്തെങ്കിലും ഒരു കപ്പ് വെച്ചിട്ട് അതിൻ്റെ പുറത്ത് വെച്ച് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ സിമ്പിളായിട്ട് പ്ലേറ്റിലാണ്. അപ്പോൾ ഞാൻ ഈ മിറർ ഗ്ലേസ് നമ്മുടെ കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിവിടെ ചെറിയ കേക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ മുൻപ് കാണിച്ചിട്ടുള്ള കേക്കിൻ്റെ അളവിൽ ചെയ്തിട്ട് ഒറ്റ കേക്കിൻ്റെ ട്രെയിൽ ചെയ്യാവുന്നതാണ്. ഗ്ലേസ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിത് ഒരു 15 മിനിറ്റ്സ് ഇതുപോലെ തന്നെ വെക്കുക. അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഫ്രിഡ്ജിലേക്ക് ഇത് മാറ്റണം. ഇനി വെക്കേണ്ടത് ഫ്രീസറിലല്ല, നോർമൽ ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്. അപ്പോൾ ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് സെറ്റായിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ മിറർ ഗ്ലേസ് ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മിറർ ഗ്ലേസ് ഉണ്ടാക്കുന്ന വിധം നിങ്ങൾ കണ്ടു കാണുമല്ലോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ഫെയിലായി പോയാലും വിഷമിക്കേണ്ട, പിന്നെയും ട്രൈ ചെയ്യുക. അപ്പോൾ നിങ്ങളെപ്പോഴും കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിട്ട് ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചെയ്തത് കൊണ്ടാണ് ഒരു കുഞ്ഞു കേക്കിൽ ട്രൈ ചെയ്തത്. അപ്പോൾ ഇനി ഞാൻ ഒന്നുകൂടെ ശ്രമിക്കും, അത് നല്ല വലിയ കേക്കിൽ ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ അത് ഞാൻ വീഡിയോ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ കൂടി ചെയ്യുക. പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ പുതിയ എന്തെങ്കിലും വെറൈറ്റി റെസിപ്പിയായിട്ട് ഞാൻ ഉടനെ തന്നെ വരും. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.